കിലാട്ടല്ല, ഞാൻ ഇന്നലെ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിൽ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിലാട്ടല്ല ഞാനൊരു പെട്ടെന്ന് പെട്ടെന്ന് ഒരു പോസിറ്റീവ് ന്യൂസ് ഇല്ല. പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയില്ല, നമ്മളെ ഒരു സാധനത്തിന് വേണ്ടി അത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വൺ ഡേ നമുക്ക് എത്തിപ്പെടുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കിലാട്ടല്ല. അങ്ങനത്തെ ന്യൂസ് കിട്ടില്ല. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാകേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കിലാട്ടല്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് പുള്ളിക്കാരൻ. പക്ഷേ ആള് എപ്പോഴോ എനിക്ക് ചെറുപ്പത്തിൽ കിലാട്ട നമ്മുടെ പതിരപ്പഞ്ചാലി സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഫസ്റ്റ് ഞങ്ങൾക്ക് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നൈസാണ്. പിന്നെ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ അങ്ങനത്തെ എന്തോ ആണ് ഞാൻ പറഞ്ഞ രാഗിലായിട്ടുള്ള അതിനെക്കുറിച്ച്. അപ്പോൾ പുള്ളിക്കാരൻ സിനിമയോട് ഇൻസ്പയർ ആയി. എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ ഡയറക്ടർ ആവണമായിട്ട് പുള്ളിക്കാരൻ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആള് ഡിഫറെൻറ്റ് ഏബിൾഡ് ആയതുകൊണ്ട് കുറേ ആൾക്കാർ കളിയാക്കി, നിന്നെക്കൊണ്ട് പറ്റില്ലടാ, നിനക്കൊന്നും അതിനുള്ള യോഗമില്ല, കഴിവില്ല, കലാപരമായ കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി. പക്ഷേ എന്നാൽ നമ്മുടെ നായകൻ വന്നിട്ട് ഇതിനു വേണ്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഞാൻ എന്തായാലും അവിടെ എത്തിപ്പെടും എന്ന രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് തേടുന്നോ അത് നമ്മൾ അന്വേഷിച്ച് വരും എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ഒരു ഡയറക്ടർ ആയില്ലാടല്ലേ. അത് ട്രെയിലറും കാര്യങ്ങളൊക്കെ നൈസിലാണ്. കളം at 24 എന്നാണ് ഈ 29 ഇന്നാണ് തോന്നുന്നു പടം റിലീസ് ചെയ്യില്ലാടല്ലേ. അത് ഫിലിം നമ്മുടെ ഫെസ്റ്റിവലിനൊക്കെ റിലീസാക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു അതിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട്, അത് വായിക്കുക. എന്നിട്ട് പുള്ളിക്കാരുടെ ഒരു റീലുണ്ട്, അത് ഒരു അത്യാവശ്യം വലിയ ന്യൂസാണ് കേട്ടത്. ഞാൻ ഒരു റീൽ പോർഷൻ മാത്രം വയ്ക്കാം. അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം, പറഞ്ഞ ആളുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ അത് വായിക്കാൻ കേട്ടല്ലേ, വായിക്കാൻ വേണ്ടി. രാകേഷ് കൃഷ്ണൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സത്യജിത് റായ് സംവിധാനം ചെയ്ത പതർ പഞ്ചാലി കാണാനിടയായി. സത്യജിത് റായ് ഞാൻ പറഞ്ഞില്ലല്ലോ, പതർ പഞ്ചാലി. അത് ആ ഒരു സിനിമ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. തിരക്കഥ രചനയിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ചത് ഈ ചിത്രമാണ്. പക്ഷേ സെർബൽ പാൾസി എന്ന രോഗം കൈവറയിലില്ലാതെ എഴുതാൻ അവനെ സമ്മതിക്കുന്നില്ലായിരുന്നു. അതിനെ ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ഏബിൾഡ് എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ വിറയില്ലാതെ എഴുതാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമാ മോഹത്തിന് മുന്നിൽ ഇതെല്ലാം അവന് നിസ്സാരമായിരുന്നു. രാകേഷ് മനസ്സിലാവുന്ന രീതിയിൽ സമയമെടുത്ത് കഥകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ സുഹൃത്തുമൊത്ത് ഒരു നാടകം എഴുതി സംവിധാനം ചെയ്തു. അപ്പോഴാണ് സംവിധാനം എന്ന മോഹം രാകേഷിന് ഉണ്ടാക്കുന്നത്. ഹ്രസ്വചിത്രം ഒരുക്കി ആ മേഖലയിലേക്കും അവനെത്തി. 3 വയസ്സ് വരെ നടക്കാൻ പോലും പറ്റാതിരുന്ന ആ പയ്യൻ 2 ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങി. ഇനി അടുത്തത് സിനിമ തന്നെയെന്ന് ആൾ ഉറപ്പിച്ചു. ഇനി പുള്ളിക്കാരുടെ ഒരു ഇതല്ലേ പുള്ളിക്കാരൻ പറഞ്ഞു, എന്നെ കൊണ്ട് സിനിമ ചെയ്യാനാകില്ലെന്ന് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് കളിയാക്കലുകൾ നേരിട്ടു. അത് മനസ്സിലൊരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തിരുന്നു. അങ്ങനെ രാകേഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമാണ് കളം. ഇതിൽ ഞാൻ പറഞ്ഞില്ല, കളം 24. അപ്പോൾ പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരൻ നേരെ അതോടെ ഞാൻ മന്ത്രി സജി ചെറിയാനെ പോയി കണ്ടു. അദ്ദേഹമാണ് എനിക്ക് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തന്നത്. സജി ചെറിയാൻ എന്ന പുള്ളിക്കാരൻ നമ്മുടെ മന്ത്രി കിലോട്ടല്ല, സജി ചെറിയാൻ. അദ്ദേഹത്തിന് പോയി കണ്ടപ്പോഴാണ് അദ്ദേഹമാണ് ഇതിനൊരു ഇൻസ്പിറേഷനും ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ സഹായിക്കാൻ തന്നത്. അദ്ദേഹത്തിന് വലിയൊരു ഹെഡ്സ് ഓഫ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹായിക്കണമെങ്കിൽ മനസ്സിലായില്ല. ഇപ്പം നമ്മൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് വെച്ച് കഴിഞ്ഞാൽ ആളെ സഹായിക്കാൻ വേണം. അപ്പോൾ പന്തളം സ്വദേശി രാകേഷ് കൃഷ്ണന്റെ ആദ്യ ചിത്രം കളം at 24 അങ്ങനെ പൂർത്തിയായി. നവംബർ 29 ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ തിയേറ്ററുകൾ ഉൾപ്പെടെ ചിത്രം റിലീസ് ചെയ്യും. പടം അപ്പോൾ റിലീസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു റീലിൻ്റെ കിടല ഞാൻ പ്ലേ ചെയ്യാം. എന്റെ സിനിമ എല്ലാവരും കാണും. എന്റെ കഷ്ടപ്പാടാണ് ഈ സിനിമ. പരിഹസിച്ചവരുണ്ട്, ഇവൻ എങ്ങനെ സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവൻ എങ്ങനെ ഇത്രയാവും എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചവരുണ്ട്. മോനെ എല്ലാ അനുഗ്രഹവും എന്റെ ഞാൻ തരുക, നന്നായി വരണം മോനെ. എന്റെ മോൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണിത്. ഒരുപാട് കുറവുകൾ എന്റെ മോനുണ്ട്, അതെല്ലാം മനസ്സിലാക്കി എല്ലാരും സപ്പോർട്ട് ചെയ്യുക. സംവിധായകനായി ഇന്ന് സംവിധായകൻ സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? എനിക്കോ എന്റെ ഹൃദയം മുഴുവനും ഞാൻ അവന് നൽകുക. ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ സിനിമയുടെ മോഹമായിട്ട് നടക്കുന്നുണ്ട്, ചെറിയ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ആ സമയത്ത് ഇവനെ പോലുള്ള ഒരു ആള് ഇത്രയും ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് എഴുതി ക്യാമറ എടുത്ത് ബാക്കി കാര്യം ഡയറക്ട് ചെയ്തിട്ട് ഒരു പടം ഇറക്കുക എന്ന് പറഞ്ഞ ഒരു അൺബിലീവബിൾ ആണ്. ഒരിക്കലും നടക്കത്തില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു ചെറുപ്പക്കാരൻ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ സംവിധായകനാകും എന്ന് പറഞ്ഞ ആ വാക്ക് രാകേഷ് കൃഷ്ണ കാണിച്ചു കൊടുക്കുകയാണ്. ഈ വരുന്ന 29-ാം തീയതിയാണ് രാകേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമ റിലീസ് ആവാൻ പോകുന്നത് അല്ലേ? ഒരുപാട് സന്തോഷമുണ്ടോ? ഹാപ്പിയാണോ?
ഇരുപത്തൊമ്പതാം തീയതി ഉള്ളപ്പോൾ അത് എത്തിക്കാൻ പറ്റി ഭയങ്കര സന്തോഷം. സെർബൽ പാൾസി എന്ന് പറഞ്ഞ ഒരു അപൂർവ രോഗമാണ് രാകേഷ് കൃഷ്ണയ്ക്ക് ഉണ്ടായിരുന്നത്. 8 വയസ്സ് വരെ നടക്കത്തും ഇരിക്കത്തൊന്നുമില്ല. ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഇന്ന് താണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. വെറുതെ പറയുമല്ല, തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അതാണ് കണ്ടില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറയുന്നവര് പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനും അങ്ങനെ കുറേ ഒരു സ്റ്റോറി കണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ അതിലൊരു സ്റ്റോറി, എൻ്റെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയുടെ രാകേഷ് മാറിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ 12 വയസ്സ് വരെ കില്ലയുടെ ആലോചിച്ച് നോക്ക്. 8 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയാണ് ഒന്നുമില്ല, നടക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞതാണ്. പിന്നെ അവിടെ നിന്ന് മെല്ലെ സ്റ്റെപ്പൊക്കെ വെച്ച് കില്ലടല പുള്ളിക്കാരൻ അങ്ങോട്ട് ഒരു ഇപ്പം ഡയറക്ടറായി എത്തിയിരിക്കുകയാണ്. കില്ലടല വൻ സന്തോഷം. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കഴിവുള്ളവർ മെറിറ്റ് കഴിവുള്ളവർ വരണം, അതേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ കഴിവുള്ളവർ മുന്നോട്ട് വരിക, അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക കൂടുതലും. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ കളമ 24 സിനിമ എല്ലാവരും കണ്ടു നോക്കുക, പുള്ളിക്കാരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതേ നമുക്ക് പറയാനുള്ളൂ. അതാണ് നമ്മളെ കൊണ്ട് ഒരാൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സുകൊണ്ട് ആഗ്രഹം കൊണ്ട് ചെയ്യും എന്നൊരൊറ്റ ഉറപ്പുണ്ട് വിജയിക്കില്ല. അതിന് ഉറപ്പായി നമ്മളവിടെ എത്തിപ്പെടും. വൺ ഡേ നമ്മൾ എത്തുകയും ചെയ്യുകയുള്ള. അപ്പോൾ അത്രേ പറയുള്ളൂ. എല്ലാവരും കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് എൻ്റെ ഇൻസ്പിറേഷൻ സ്റ്റോറിയിൽ ഒരു സ്റ്റോറി കൂടെ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ബൈ.